CMRL എക്സാലോജി കരാറിൽ അഴിമതി ആരോപിച്ച് ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരണങ്ങളുമായി പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി. ഇവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കുകയായിരുന്നു. കോടതി വിധി മാധ്യമങ്ങൾക്ക് കിട്ടിയ അടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ UDFന്റെ BJPയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നിർമ്മിച്ച അപസർപ്പക കഥകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് ഈ കോടതി വിധിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. UDFന്റെ കൂടെ കേരളത്തിലെ ഒരു സംഘം മാധ്യമങ്ങൾ അവരെ ഇതിൽ നമ്മൾ ചുരുക്കി കാണാൻ പറ്റില്ല. ഇത് കേവലം UDF നേതാക്കന്മാർക്ക് മാത്രമല്ല, ഒരു സംഘം മാധ്യമങ്ങൾ ഇവിടെ പിണറായിക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചന ഉണ്ട്, പാർട്ടിക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചന ഉണ്ട്. അവര് തയ്യാറാക്കിയ അപസർപ്പക കഥകൾക്ക് തുല്യമായ കളവിന്റെ കഥകളുണ്ട്. അതെല്ലാമാണ് അവർക്കും കൂടിയുള്ള തിരിച്ചടിയത് ഇത്. എന്നാൽ കോടതി ഉത്തരവ് UDFന് തിരിച്ചടിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ഇതിനൊക്കെ ഒരു അനിശ്ചിതത്വമുണ്ട്, ഈ കേസുകൾക്കല്ല ഗൗരവതരമായ അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം. എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. കുഴൽനാടൻ മാപ്പല്ല ഇനി പറയേണ്ടതെന്നും MLA സ്ഥാനം കുഴൽനാടൻ രാജിവെക്കണം, പ്രതിപക്ഷ നേതാവ് ആ പദവി ഒഴിയണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സാമാന്യേന ചെയ്യേണ്ടത് ആദ്യം കുഴൽനാടൻ പറഞ്ഞു ഞാൻ ക്ഷമാപണം നടത്തുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം നടത്തണം, ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പദവിക്ക് യോജിച്ചതല്ല. പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ക്ഷമാപണം നടത്തണം. കോടതി വിധി പ്രതിപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ ആശ്വാസമല്ല, യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഇവർ തുറന്നു കാട്ടപ്പെട്ടു. പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നേടിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ കാണേണ്ടത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത സത്യവിരുദ്ധമായ ആരോപണങ്ങളാണ് കുഴൽനാടൻ ഉന്നയിച്ചതെന്നും കോടതി വിധി കുഴൽനാടന് അനുഭവ പാഠമാകേണ്ടതാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ കോടതി വിധി മാത്യു കുഴൽനാടന് വലിയൊരു പാഠമായി മാറേണ്ടതാണ്. ഏത് നിയമപരമായ നടപടിയുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാലും യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിലെ മറ്റൊന്നുകൂടി പൊട്ടിത്തകർന്നുവെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു. അതേസമയം പോരാട്ടം തുടരുമെന്നാണ് കുഴൽനാടന്റെ പ്രതികരണം. ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല. ഐ വിൽ മൂവ് ഫോർവേഡ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.